ഹായ് ഓൾ, നമ്മുടെ എക്സാം ബോയ് ലേണിംഗിലെ ഫൗണ്ടേഷൻ കോഴ്സിൽ മാത്തമാറ്റിക്സിന് വേണ്ടി നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. ഇതിലുള്ള എല്ലാ ബുക്സും ഇപ്പോൾ 6th സ്റ്റാൻഡേർഡ് മുതൽ 6th 7th 8th 9th 10th എല്ലാ ക്ലാസ്സിൻ്റെയും മെറ്റീരിയൽസ് ഇവിടെയുണ്ട്. മാത്തമാറ്റിക്സിൻ്റെ മെറ്റീരിയൽസ് ആണ്, ബാക്കി സബ്ജക്റ്റിനൊക്കെ ഡീറ്റെയിൽ ആണ് വീഡിയോസ് വേറെ വരുന്നതാണ്. അപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം ഇതിലെ ബുക്സ് ആയിക്കോട്ടെ വർക്ക് ബുക്ക് ആയിക്കോട്ടെ എല്ലാം നമ്മളിവിടെ എക്സാം ബോയ് ലേണിംഗിൽ തന്നെ ഇൻ ഹൗസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. ഒരു 3-4 വർഷം മുന്നേ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ വീഡിയോസ് ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്ത് തുടങ്ങുന്നതിന്റെ കൂടെ തന്നെ അന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയതാണ് നമ്മുടെ മെറ്റീരിയൽസ്. ഓരോ വർഷവും അതിന് നമ്മൾ വീണ്ടും വീണ്ടും ഫൈൻ ട്യൂൺ ചെയ്ത് ഈ വർഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രിന്റ് കഴിഞ്ഞ് സ്റ്റുഡൻസിന് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ബുക്സ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ബുക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫ്രം ദ ബിഗിനിങ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇതിന് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം, സ്കൂളിലുള്ള ടെക്സ്റ്റ് ബുക്കുകളും അല്ലെങ്കിൽ സാധാരണ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന ബുക്സിൽ നിന്നും ഡിഫറെന്റ് ആയിക്കൊണ്ട് സ്റ്റുഡൻസിന് ഒരു ഹൈസ്കൂൾ ലെവലിൽ UP ലെവലിലൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന്റെ റിയൽ പൾസ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ബുക്സ് എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് അവർ ആദ്യമായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം കാണുന്നത്. മാത്രമല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും പ്രാക്ടീസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽസിലൂടെ അവർക്ക് കിട്ടണം. അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ, അത്തരത്തിലുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം ഈ ഒരു മെറ്റീരിയൽസിലൂടെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു എയിമോട് കൂടിയാണ് ഇതിലുള്ള ഓരോ ബുക്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിന്റെ അകത്തുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബുക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മുന്നിൽ ഫസ്റ്റ് ഉള്ളത് 10th ടെക്സ്റ്റ് ബുക്കാണ്. 10th ആക്ച്വലി നമ്മൾ 2 പാർട്ടായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. ഇത് പാർട്ട് 1 ആണ്, അതുപോലെ തന്നെ പാർട്ട് 2 ഉണ്ട്. 2 പാർട്ടായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഇൻഡെക്സ് പേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്സ് നമ്മുടെ യൂഷ്വലി ഒരു 10th സ്റ്റാൻഡേർഡിലുള്ള ടോപ്പിക്സ് അല്ലാതെ തന്നെ ഉള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഇതിൽ NCERT ബുക്കിലുള്ള കോണ്ടന്റ്സിന്റെ കൂടെ തന്നെ ഒരു +1 +2 ലെവലിലോട്ട് പോകാൻ വേണ്ട സമയത്ത് അവർക്ക് വേണ്ട ബേസിക്സ്, അവിടെ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിന്റെ ബേസിക്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക്, ഡിഫറെന്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ അവർ സ്കൂളിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ കൂടെ ഇപ്പോൾ റിയൽ നമ്പേഴ്സ് ഒക്കെ അവർക്ക് സ്കൂളിൽ പഠിക്കാനുള്ളതാണ്. അതിന് കൂടെ സെറ്റ് തിയറി, പോളിനോമിയൽസ് സ്കൂളിലുള്ളതാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അതൊക്കെ അവർക്ക് സ്കൂളിലുള്ളതാണ്. പക്ഷേ കോംപ്ലക്സ് നമ്പേഴ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇനീക്വാലിറ്റീസ്, സീക്വൻസ് ആൻഡ് സീരീസ്, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, ഇങ്ങനെ സ്കൂളിൽ പഠിക്കാനുള്ള ടോപ്പിക്സിന്റെ കൂടെ അഡീഷണൽ ആയിക്കൊണ്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ്. ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമാണ് വായിച്ചത്. ഇങ്ങനെ 2 ബുക്സിലായിട്ട് നമ്മൾ അതിന്റെ തിയറി വരുന്ന 2 ബുക്സ് ടെക്സ്റ്റ് ബുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിനകത്തും അവർക്ക് ഒരിക്കലും നോർമൽ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പോലെ വലിച്ചു വാരിയുള്ള തിയറികളോ കുറേ കഥകളോ ഒന്നും കാണാൻ പറ്റില്ല. എന്താണോ പോയിന്റ് അവർ മനസ്സിലാക്കേണ്ടത് ആ കോൺസെപ്റ്റിൽ അവർ എന്തായാലും അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെ ആ കാര്യം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിന്റെ കൂടെ തന്നെ അവർക്കൊരു വർക്ക് ബുക്ക് കൂടി ഉണ്ട്. അപ്പോൾ ഈ വർക്ക് ബുക്കിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റുഡൻസിന് ഒരു ബേസിക് ലെവൽ മുതൽ, അതൊരു ലെവൽ 1 എന്നാണ് നമ്മൾ പറയാറുള്ളത്, ആ ഒരു ബേസിക് ലെവൽ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് ലെവൽ വരെ പോകാൻ ആ രീതിയിൽ വരെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു റിസോഴ്സ് ആണ് ആക്ച്വലി വർക്ക് ബുക്ക് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചാപ്റ്റേഴ്സിന്റെ ഹെഡിങ് ഇതിനകത്ത് കാണാൻ പറ്റും. കൂടാതെ അതിൻ്റെ അകത്തുള്ളത് ഓരോ ചാപ്റ്റേഴ്സിലും ഇപ്പോൾ ലെവൽ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യും. ലെവൽ 1 സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെവൽ 2 ഉണ്ടായിരിക്കും, വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെവൽ 3 ഉണ്ടായിരിക്കും. അങ്ങനെ 3 ഡിഫറെന്റ് ലെവലിലായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതൊരു ചാപ്റ്റർ 2 ചാപ്റ്ററിനും അല്ല, എല്ലാ ചാപ്റ്ററും ഈച്ച് ആൻഡ് എവറി ചാപ്റ്റേഴ്സും നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റുഡൻറ്റിന് അവൻ പഠിക്കുന്നതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് അഡ്വാൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ലെവൽ 3 വരുന്ന സമയത്ത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ ഇൻക്ലൂഡിങ് JEE NEET പോലുള്ള എക്സാമിനേഷൻസിൽ വന്നിട്ടുള്ള ഒരു ഹൈസ്കൂൾ ലെവലിൽ നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന ലെവലിലുള്ള സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അടക്കം ഇതിനകത്തുണ്ട്. നോർമലി ഒരു സ്കൂളിൽ പഠിക്കുന്ന സിലബസ് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫൗണ്ടേഷൻ കോഴ്സിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അഡ്വാൻസ്ഡ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒരു +1 +2 എൻ്റർ ചെയ്യുമ്പോഴേക്കിന് അവിടെയുള്ള ടോപ്പിക്സ് എല്ലാം അവർക്ക് ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവും. ആ കാര്യങ്ങളെല്ലാം ഫ്രഷ് ആയിട്ടായിരിക്കും അവർ പഠിക്കുന്നത്. അതിനുള്ള ഒരു ബേസിക്സ് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ JEEലും NEET പോലെയുള്ള +1 +2 കഴിഞ്ഞിട്ട് എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷനിൽ വന്നിട്ടുള്ള പല ക്വസ്റ്റ്യൻസും സ്റ്റുഡൻസിന് ഹൈസ്കൂൾ ലെവലിൽ ചെയ്യാൻ പറ്റും. പിന്നെ കൂടാതെ തന്നെ ഉള്ള മറ്റ് പല ഒളിമ്പ്യാഡ് എക്സാമുകൾ, IOQ പോലുള്ള എക്സാമുകൾ, അത്തരത്തിലുള്ള എക്സാമുകൾക്ക് വന്ന ക്വസ്റ്റ്യൻസ് അടക്കം നമ്മുടെ ലെവൽ 3 പാർട്ടായിട്ട് വരുന്നുണ്ട്. ലെവൽ 2 ലെവൽ 1 ഇതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെ വരുന്ന 2 ലെവൽസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫുൾ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വർക്ക് ബുക്കിനകത്തുള്ളത്. ഇതിനകത്ത് ഒരു തിയറി പോലും ഇല്ല. തിയറി ഫുള്ള് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കവർ ചെയ്യും. വർക്ക് ബുക്ക് അവരുടെ ഒരു എല്ലായ്പ്പോഴും അവരുടെ കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എക്സ്പേർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് ആക്ച്വലി ഹാർഡ് കോപ്പി ആയിട്ട് പ്രിന്റഡ് കോപ്പി ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കൂടാതെ നമ്മുടെ കോഴ്സിലുള്ള സ്റ്റുഡൻസിന് അവർക്ക് ആപ്പിലൂടെ ഇതിന്റെ എല്ലാത്തിൻ്റെയും സോഫ്റ്റ് കോപ്പി PDF-കളായിട്ട് അതും അവൈലബിൾ ആണ്. അവർ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് എല്ലായ്പ്പോഴും ബുക്സ് ക്യാരി ചെയ്യണം നിർബന്ധമില്ല. ഈ
ഏത് ഭാഗത്തു നിന്നും ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും അവർക്ക് നമ്മുടെ മെറ്റീരിയൽസ് ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഉണ്ടെങ്കിൽ എവിടെ നിന്നിട്ട് അക്സസ് ചെയ്യാൻ പറ്റും, ഏത് സമയത്ത് അക്സസ് ചെയ്യാൻ പറ്റും. എല്ലാ മെറ്റീരിയൽസും ഡിജിറ്റലിയും ഫിസിക്കലി അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ 10th മെറ്റീരിയൽസ് ആണ് കാണിച്ചത്. ഇനി നമ്മുടെ 9th മെറ്റീരിയൽ ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്. 9th സിംഗിൾ ബുക്ക് ആയിട്ടാണ് അതിന്റെ തിയറി വരുന്ന ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിലുള്ള ചാപ്റ്റേഴ്സിന്റെ കൂടെ തന്നെ ഒരുപാട് അഡീഷണൽ കോണ്ടന്റ്സ് ഇതിനകത്തും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും കയറി കഴിഞ്ഞാൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അകത്ത് വരുന്നുണ്ട്, സെറ്റിയുടെ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ മെട്രിസസിന്റെ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, ലോഗരിതം അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റുഡൻസിന് ഈ 10th ഒരു കണ്ടിന്യൂറ്റി കൊടുക്കാൻ പറ്റുന്ന രീതിയിലും അതുപോലെ +1 ഒരു കണക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് ടോപ്പിക്സ്, ഞാൻ കുറച്ച് ടോപ്പിക്സ് ആണ് വായിച്ചത്, പക്ഷേ ഇതേപോലത്തെ ഒരുപാട് ടോപ്പിക്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തും സെയിം സംഭവം അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സംഭവം വർക്ക് ബുക്കിനകത്തുണ്ട്. സെയിം രീതിയിൽ തന്നെയാണ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന രീതിയിൽ. ഇനി അത് നമ്മൾ 8th പോവുകയാണെങ്കിൽ 8th നമുക്ക് ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ വർക്ക് ബുക്ക് ഉണ്ട്, എല്ലാ ക്ലാസ്സിലും ഉണ്ട്. അപ്പോൾ ഇത് 8th, 9th, 10th കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതേ സംഭവം നമ്മൾ 6th and 7th വരികയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ 6th and 7th സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ അതിന്റെ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6th and 7th ബുക്സ് കുറച്ചും കൂടെ കളർഫുൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് 6th സ്റ്റാർട്ട് ചെയ്യാം. 6th മാത്തമാറ്റിക്സിന്റെ ബുക്കാണ് എൻ്റെ കയ്യിലുള്ളത്. 6th സ്റ്റുഡൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചും കൂടെ ചെറിയ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവർക്ക് വിഷ്വലി അപ്പീലിംഗ് ആയി കഴിഞ്ഞാൽ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങളെല്ലാം പഠിക്കാനും ഫോളോ ചെയ്യാനും പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ബുക്സ് കുറച്ചുകൂടി കളർഫുൾ ആണ്. കുറച്ചുകൂടെ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുന്ന രീതിയിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ബുക്സും കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാക്സിമം ആ ഒരു കളർഫുൾ ആയിട്ടുള്ള തീം തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അവരുടെ വർക്ക് ബുക്ക് പോവുകയാണെങ്കിൽ വർക്ക് ബുക്ക് അഗെയിൻ സെയിം പാറ്റേൺ തന്നെയാണ്, കളർഫുൾ തന്നെയാണ്. പക്ഷെ അതിനകത്ത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞ് അതിലൊരു കോംപ്രമൈസ് നമ്മൾ വരുത്തിയിട്ടില്ല. സെയിം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവരുടെ ഒരു ബേസിക് ലെവൽ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അഡ്വാൻസ് ലെവലിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞിട്ട് അതിനകത്തും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി 7th ആണെങ്കിലും സെയിം പാറ്റേൺ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് ഇത്തരത്തിൽ കളർഫുൾ ആയിട്ട് മാക്സിമം വിഷ്വലി അപ്പീലിംഗ് ആവുന്ന രീതിയിൽ സ്റ്റുഡൻസിന് ബോറടിക്കാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ വർക്ക് ബുക്കും അവർക്ക് ഉണ്ടായിരിക്കും, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. സോ ഇതിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് നമ്മൾ ഇത് ഓരോന്ന് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മെയിൻ പർപ്പസ് ഞാൻ ഇനീഷ്യലി പറഞ്ഞതാണ്, സ്റ്റുഡൻസിന് ഒരു കോമ്പറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ഒരു എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഓൾറെഡി സ്കൂളിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അതിനെന്താ പഠിക്കേണ്ടത്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന് ഒരു കോമ്പറ്റീവ് എക്സാം വരുന്ന സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റാറില്ല. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് അറിയാറില്ല. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടന്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി സ്കൂളിലെ കണ്ടന്റ് കവർ ആവും, കൂടെ അഡീഷണൽ കണ്ടന്റ് കൂടി കവർ ആകും എന്നുള്ളതാണ്. ഇനി ഒരു ബുക്കും കൂടെ എൻ്റെ കയ്യിലുണ്ട്. ഇത് ആക്ച്വലി ഫൗണ്ടേഷൻ കോഴ്സിന്റെ പാർട്ടല്ല, ഇത് നമുക്കൊരു സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്. ബേസിക് മാത്ത് കോൺസെപ്റ്റ്സ് എല്ലാം കവർ ചെയ്യുന്ന മാത്ത് റൂട്ട്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതൊരു ഷോർട്ട് ടൈം കോഴ്സാണ്. സ്റ്റുഡൻസിന് ഒരു വിത്തിൻ 2 or 3 months കൊണ്ട് മാത്തമാറ്റിക്സിലെ ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന. കാരണം ഒരുപാട് സ്റ്റുഡൻസിന് പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ കോവിഡ് പോലെയുള്ള അത്തരത്തിലുള്ള ആ ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് അവിടെ വന്നിട്ടുള്ള ഒരു ബ്രേക്ക് പിന്നീട് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് മാത്തമാറ്റിക്സിലെ കോൺസെപ്റ്റിൽ ഗ്യാപ്പ് വന്നവരുണ്ട്. ചിലത് മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ ഗ്യാപ്പ് വന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു മിസ്റ്റേക്കുകൾ വന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് നെക്സ്റ്റ് ലെവലിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കാരണം ബേസിക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട്. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാനും അവിടെ ഒരു ക്ലാരിറ്റി കൊടുക്കാനും വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മുടെ മാത്ത് റൂട്ട്സ് എന്ന് പറയുന്ന കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വർക്ക് ബുക്കാണിത്. അതിന് ആ ഒരു കോഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി നമ്മൾ പ്രിപ്പയർ ചെയ്താണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ചാപ്റ്റേഴ്സ് മാത്തമാറ്റിക്സിലെ ബേസിക് ഓപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം കവർ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് ഇൻഡിജേഴ്സ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്, അങ്ങനെ പോയി അവസാനം ആൾജിബ്രയുടെ പാർട്ട് വരുന്നുണ്ട്, ജോമെട്രി വരുന്നുണ്ട്, റേഷ്യോ പെർസെൻറ്റേജ്, അങ്ങനെ ഒരുപാട് ഇറാഷണൽ നമ്പേഴ്സ് അടക്കം വരുന്ന രീതിയിൽ ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് അതിനകത്തുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും എന്നുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള ഒരു ബുക്കാണ്. അറൌണ്ട് 500+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു സിംഗിൾ ബുക്കിന്റെ അകത്തുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് പിന്നീട് ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സിൽ ഒരു പ്രോബ്ലംസും ഉണ്ടായിരിക്കില്ല, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവും. സോ അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു ബുക്കാണ് ഇത്. ഫൗണ്ടേഷൻ കോഴ്സിന്റെ പാർട്ടല്ല, ഇതൊരു സെപ്പറേറ്റ് കോഴ്സ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലും നമ്മളൊരു ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റുഡൻസ് എന്താണോ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവരെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ബുക്സും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എല്ലാത്തിനും ഡിജിറ്റൽ കോപ്പീസും അവൈലബിൾ ആണ്. സ്റ്റുഡൻസ് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ കാണുന്നതിന്റെ കൂടെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിന്റെ മെറ്റീരിയൽസ് അത് കാണാൻ പറ്റും. മാത്രമല്ല ഇതിൽ ലെവൽ 3 പോലെയുള്ള അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസും കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ ആപ്പിൽ വീഡിയോ സൊല്യൂഷൻസ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അല്ലാതെയുള്ള സെപ്പറേറ്റ് റിട്ടേൺ സൊല്യൂഷൻസ് ആയിട്ട് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കൂടാതെ ഇപ്പൊ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഈ മെറ്റീരിയൽസിലെല്ലാം 10,000 കണക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനെല്ലാം എക്സ്ട്രാ ആയിക്കൊണ്ട് വീണ്ടും ഒന്നും കൂടെ ഒളിമ്പ്യാഡ് പോലെയുള്ള എക്സാം
എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രിപ്പറേഷൻ കൊടുക്കാനും ഒന്നും കൂടെ അവരുടെ പ്രാക്ടീസ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അനദർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന വീഡിയോസും അതിന്റെ നോട്ട്സും കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ഒരു മിഷൻ ഒളിമ്പിയാഡ് എന്ന് പറഞ്ഞിട്ട് അതും നമ്മുടെ കോഴ്സിന്റെ പാർട്ടായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഒരു സ്റ്റുഡന്റിന് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം വേൾഡിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ട കംപ്ലീറ്റ് പ്രിപ്പറേഷൻ വേണ്ട ഗൈഡൻസ് കൊടുക്കുക. അതിനുള്ള കോണ്ടന്റ് ആയിക്കോട്ടെ, ഗൈഡൻസ് ആയിക്കോട്ടെ, മെന്റർഷിപ്പ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എക്സാം വൈ ലേണിംഗിന്റെ 6th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ഫൗണ്ടേഷൻ കോഴ്സ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്ത് റൂട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ബേസിക് മാത്തിലെ കോൺസെപ്റ്റ്സ് കവർ ചെയ്യുന്ന കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സെപ്പറേറ്റ് കോഴ്സാണ്, കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സുള്ള സ്റ്റുഡൻസിന് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആ ഒരു കോഴ്സ് മാത്രമല്ല, അതിൻ്റെ കൂടെ മറ്റ് പല ഷോർട്ട് ടേം ആയിട്ടുള്ള മറ്റു പല കോഴ്സുകളും അഡീഷണൽ റിസോഴ്സുകളും ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മുന്നേ പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനിയും നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന്, ഇതിൽ അംബീഷ്യസ് ആയിട്ടുള്ള കോമ്പറ്റീവ് എക്സാമുകൾ എഴുതണം, സ്കോളർഷിപ്പ് എക്സാമുകൾ എഴുതണം, ഫ്യൂച്ചറിലുള്ള ഡ്രീമിൽ എത്തണം, അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ആണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനും പാരൻസിനും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ബാക്കി ഡീറ്റെയിൽസും കാണാം. അപ്പോൾ ഈ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിനെ എക്യുപ്ഡ് ആക്കാനുള്ളതാണ്, ഫ്യൂച്ചറിന് വേണ്ടി എക്യുപ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു നോർമൽ സ്കൂൾ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് അവിടെ പഠിക്കുന്ന കോണ്ടന്റ്സിനെ ഒന്നും കൂടെ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടെ സ്ട്രോങ് ആയിട്ട് ഒരു എക്സാമിനേഷൻ ഹാളിൽ എത്തി അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സാംസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള, നെഗറ്റീവ് മാർക്ക് വെച്ചിട്ടുള്ള, നമ്മൾ JEE എക്സാമിനേഷനൊക്കെ എങ്ങനെയാണോ NTA കണ്ടക്ട് ചെയ്യുന്നത് അതേ ഫോർമാറ്റിലുള്ള എക്സാമും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓരോ ചാപ്റ്ററിനും, ഈച്ച് ആൻഡ് എവറി ചാപ്റ്ററിന് കണ്ടക്ട് ചെയ്യും. അതെല്ലാം ഈ കോഴ്സിന്റെ പാർട്ടായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യാറുള്ളത്. സ്റ്റുഡൻസിന് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ റൈറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് തന്നെ വേണം. അക്കാഡമിക്കലി ഗൈഡ് ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരെ മെന്റർഷിപ്പ് കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാത്തിൻ്റെയും എല്ലാം വരുന്ന ഒരു സിംഗിൾ പോയിന്റ് ആണ് ആക്ച്വലി ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ യങ് ആയിട്ടുള്ള, ഇത്ര അംബിഷ്യസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കാണാം എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഓൾറെഡി 3000+ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഈ ടീമിലോട്ട് നിങ്ങളെയും കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. താങ്ക് യു.